ഉറക്കെടുക്കുകയാണോ? ഇതെന്താടാ കാശൊക്കെ ആയിട്ട്? ഇതെന്റെ ആദ്യത്തെ സാലറി ബാമേച്ചി. ആഹാ, എന്നിട്ടാണ് നീ ഇതുവരെ പറയാതിരുന്നേ? ഭരത്തേട്ടൻ സസ്പെൻസ് ആയിട്ട് വെച്ചതാ ബാമേച്ചി. നാളത്തെ വിഷുക്കൈ നീട്ടം ഭരത്തേട്ടന്റെ കണക്കായിട്ട് കൊടുക്കാനാ തീരുമാനം. ആണോടാ? ആ അതെ. പിന്നെ വിഷുവിന്റെ സമയമായപ്പോ തന്നെ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ? എന്താ ചേച്ചി? എല്ലാ വർഷവും ഭാവനേച്ചിയല്ലേ നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തരുന്നേ? അതെ, അതുകൊണ്ട് ഇത്തവണ ഭാവനേച്ചിയെ ബുദ്ധിമുട്ടിക്കാതെ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ കൈനീട്ടം കൊടുക്കാന്ന് തീരുമാനിച്ചത്. ഇവിടെ നീ ചെയ്യേണ്ടത് അങ്ങനെയല്ല ഭരത്തെ. ഭാവനേച്ചി ജോലിക്ക് പോവാത്തത് കൊണ്ട് ചേച്ചിയുടെ കയ്യിലിപ്പോ കാശൊന്നും കാണാൻ വഴിയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ സൂര്യടനോട് ചോദിക്കേണ്ടി വരും. ഇവിടെ നീ വിചാരിച്ച ഈ കാശ് ഭാവനേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചേച്ചിയെ കൊണ്ട് കൈനീട്ടം കൊടുപ്പിക്കാം. ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കൈനീട്ടത്തിന്റെ ഐശ്വര്യം ഞാൻ പറയണ്ടല്ലോ. സത്യം പറഞ്ഞ ഞാൻ ഇത്രയും ചിന്തിച്ചില്ലേ ചേച്ചി. ഭാമേച്ചി പറഞ്ഞു ശരിയാ. ഈ കാശ് ഭാവനേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ കൈനീട്ടം കൊടുപ്പിക്കും. മതി, ഇതാ നമ്മുടെ ചേച്ചിയോട് ചെയ്യേണ്ട കടമ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ഏയ്, അത് വെറുതെ. നിന്റെ പകുതി മനസ്സ് അവിടെയാണ്. അങ്ങനെയൊന്നുമില്ല അമ്മേ. പിന്നെ എന്താ? എന്തോണ്ട്?